ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങളുടെ മണാലി യാത്രയിലെ ഫസ്റ്റ് 3 days ആണ് നിങ്ങൾ കാണിക്കുന്നത്. ഞങ്ങളുടെ ബസ് ഒരു 6:30 ഹിമാചൽ പ്രദേശ് കടന്നിരുന്നു. അപ്പോൾ ആ മോർണിംഗിലെ കാഴ്ചകളാണ് ഇതൊക്കെ. ഒരുപാട് നദികളും മലനിരകളും സൂര്യോദയമൊക്കെ കണ്ടിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ മോർണിംഗ് ആയിരുന്നു. പിന്നീട് ബസ് ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ടീ ബ്രേക്കിന് വേണ്ടിയിട്ട് നിർത്തി. അവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മലനിരകളുടെ ഇടയ്ക്കായിരുന്നു ആ ഒരു ചായക്കട. നമ്മൾ കുറേ കാഴ്ചകൾ കണ്ടു, പിന്നെ ഒരു കോഫി കുടിച്ചു. ഞാൻ വളരെ കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതെ, അതിനുശേഷം വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. നിങ്ങൾ ഈ കാണുന്നതാണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ മഞ്ഞ് കാണുന്ന കാഴ്ച. ദൂരെ മലനിരകളിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റി. എൻ്റെ ആശങ്ക ഇത് നേരിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. പിന്നീട് ഞങ്ങൾ അവിടെ മണാലിയിൽ ഒരു 8:30 എത്തിയിട്ട് അവിടെ നിന്നൊരു ക്യാബ് എടുത്ത് ഞങ്ങളുടെ സ്റ്റേയിലേക്ക് പോയി. ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന ഐറിസ് കോട്ടേജ്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ലെറ്റ്സ് വ്യൂ ദ കോട്ടേജ്. മോർണിംഗ് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നിരുന്നു അവിടുത്തെ കെയർടേക്കർ. നമുക്ക് പോഹയും പിന്നെ ആലു പറാഠയും ചായയും കോഫിയൊക്കെ ആയിട്ട് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ദെൻ ഇതാണ് ഞങ്ങളുടെ റൂമിലെ കാഴ്ചകൾ കൂടെ കണ്ടിട്ട് വരൂ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് അന്ന് വർക്ക് ചെയ്യുകയായിരുന്നു. വർക്കൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും കഫേയിലേക്ക് പോയി. നല്ല മോമോസും ഒരു പൊട്ടറ്റോ സ്നാക്സും ഒക്കെ ഓർഡർ ചെയ്തു. രാഹുലിന് കോൾ ഉള്ളത് കൊണ്ട് കഫേയിലിരുന്ന് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. ഞാനവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ചു. പിന്നീട് അവരുടെ ചൂട് മോമോസ് കഴിച്ചു. അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണിത്. ആൻഡ് അന്നത്തെ രാത്രി ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. ദിസ് ഇസ് അവർ സെക്കൻഡ് ഡേ. രാവിലെ എണീറ്റ് തൊട്ടടുത്ത് ബീസ് റിവർ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഇതാണ് അവിടുത്തെ കാഴ്ചകൾ. So high, feet on the ground, but I still get by. Rules were made for someone else to try, but not me, not me. They say slow down, son, take your time. അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ മോൾ റോഡിലേക്കാണ് പോയത്. അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ ആദ്യം പോയത് HRTCയുടെ ടെർമിനലിലേക്കായിരുന്നു.
അവിടെ നിന്നാണ് ഞങ്ങൾക്ക് റോഹ്താങ് പാസിലേക്ക് പോകേണ്ട ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ഒരു മൊണാസ്ട്രിയിലേക്കാണ് പോയത്. മോൾ റോഡിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ മൊണാസ്ട്രി ഉള്ളത്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയ. അതിനുള്ളിൽ ഞങ്ങൾക്ക് വീഡിയോസ് അലൗഡ് അല്ലാത്തത് കൊണ്ട് എടുത്തിട്ടില്ല, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ദെൻ ഞങ്ങൾ ഒരു ഓട്ടോ എടുത്തിട്ട് ഹഡിംബ ടെമ്പിളിലേക്കാണ് നെക്സ്റ്റ് പോയത്. അന്ന് നല്ല തിരക്കുള്ള ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ റോഡ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇതാണ് ഹഡിംബ ടെമ്പിളിൻ്റെ എൻട്രൻസ്. ഇവിടെ വരണമെന്ന് വളരെയധികം നിർബന്ധമായിരുന്നു. കാരണം ഈ സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പല സിനിമകളിൽ ഈ ടെമ്പിളിൻ്റെ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. റോജ, യേ ജവാനി ഹേ ദിവാനി. അന്ന് ഒരു ഉത്സവം നടക്കുന്ന ഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ടെമ്പിളിൽ. അന്ന് ഞങ്ങൾ ഉള്ളിൽ കയറാൻ നിന്നില്ല, ഞങ്ങൾക്ക് ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു, തിരിച്ച് ജോലിക്ക് കയറണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് താഴേക്ക് നടന്നപ്പോൾ കണ്ട കാഴ്ചകളാണിതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഓൾഡ് മണാലി ബ്രിഡ്ജ് വരെ എത്തിയിരുന്നു. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് ഓൾഡ് മണാലിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത് കവർ ചെയ്യാനുള്ള ടൈമില്ല. പക്ഷേ അവിടെ ചെന്നൊരു കഫേയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതെ ഗൈസ്, അന്ന് എൻ്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സുന്ദരി സുന്ദരനുമായിട്ട് രാവിലെ തന്നെ ഇറങ്ങി. നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ മാൾ റോഡിലേക്ക് വിട്ടു. അന്ന് ഞങ്ങൾ വിചാരിച്ചു നടന്നു പോയി നോക്കാം, എത്ര ടൈം എടുക്കുമെന്ന് അറിയാമല്ലോ. അങ്ങനെ നടന്ന് എത്തി അവിടെ നിന്നൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ നേച്ചർ പാർക്കിലേക്കാണ്. അപ്പോൾ ബർത്ത്ഡേ ആകുമ്പോൾ അറിയാമല്ലോ, കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നേച്ചർ പാർക്കിൽ പോയി കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ റീൽസൊക്കെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ പറ്റുവാണെങ്കിൽ ഷോർട്സിൽ അതൊക്കെ ഇടാം. അന്നത്തെ ഡേ അവിടെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. മോൾ റോഡ് ആ സമയം കൊണ്ട് നല്ല തിരക്കിലായിരുന്നു. ഈവൻ വീക്ക് ഡേ ആയിട്ട് പോലും അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ മോൾ റോഡിൽ തന്നെ ഒരു കഫേയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ആ ഡേയും അവസാനിപ്പിച്ചു. സോ അങ്ങനെ ഞങ്ങളുടെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതെ, അതെ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളുടെ 3rd ഡേ മുതലുള്ള യാത്രകളാണ്. നമ്മൾ എവിടെയൊക്കെ പോയി, അതിൽ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ മെയിനായിട്ട് കാണാൻ പോകുന്ന സ്ഥലങ്ങളാണ് സിസു, റോഹ്താങ് പാസ് ആൻഡ് ബാരലാച്ച പാസ്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളും ഞങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടു, എന്തൊക്കെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിലാണ് ഞങ്ങൾ പോയത്, ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് വരാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ. ബൈ.